വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. അരികൊക്കെ നല്ല മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാൻ ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്തത്. അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ജോലി വളരെ ഈസി ആയിരിക്കും. തലേ ദിവസം അരി കുതിർക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ രാത്രി വളരെ വൈകി രാവിലെ അപ്പം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇനി പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു കളഞ്ഞ ശേഷം അരിയിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് കുതിർത്ത അവൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ കൂടെ ചേർക്കാം. ഇനി ചേരുവകളെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഈ അരിയെല്ലാം കൂടെ കുതിർക്കാൻ ഇടുന്ന സമയത്ത് രാത്രി ഒരു 11 മണിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ 6:15 ഇനി നമുക്ക് ഈ ബൗളൊന്ന് തുറന്ന് നോക്കാം. അരിയും തേങ്ങയും അവലും എല്ലാം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. 2-3 ബാച്ചായി നമുക്കിത് അരച്ചെടുക്കാം. ആദ്യത്തെ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പകർത്താം. അതുപോലെ തന്നെ ഞാനിവിടെ 1/2 കപ്പ് അവലാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം 1/2 കപ്പ് ചോറ് ചേർത്താലും മതിയാകും. ഇപ്പോൾ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടിയ ശേഷം 1 മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പത്തിൻ്റെ മാവ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. വീണ്ടും വഴറ്റാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർക്കാം. തക്കാളി പേസ്റ്റിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി ഇതിൽ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ചേരുവയായിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ സോയ ചങ്ക്സിലേക്ക് നികക്കെ ചൂടുവെള്ളവും ഒരൽപ്പം ഉപ്പും ചേർത്ത ശേഷം 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്തതാണിത്. ഇത് വഴറ്റിയ സവാളക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കറി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 നുള്ള് പഞ്ചസാര ചേർക്കാം. ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ ചൂടുവെള്ളം ചേർക്കാം. അല്പം കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ക്യാമറ ഓഫായി പോയതുകൊണ്ട് റെക്കോർഡായിട്ടില്ലെന്നേ ഉള്ളൂ. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കറി ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരൽപ്പം ചോപ്പ് ചെയ്ത മല്ലിയിലയോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ തലേദിവസം അരച്ച് വെക്കുന്ന മാവ് പോലെ തന്നെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടു തുടങ്ങാം.
ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലൊരല്പം എണ്ണ തേച്ച് കൊടുക്കാം. ഇനി 1-2 തവി മാവ് കോരി ഒഴിച്ച ശേഷം ചീനച്ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അരികൊക്കെ നന്നായി മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ അപ്പവും സോയ ചങ്ക്സ് റോസ്റ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്